നല്ലതായിരുന്നു. മൊത്തത്തിൽ പുള്ളി ഇനി ഈ പടത്തിനകത്ത് ഒന്നും കൂടെ കാണാൻ തോന്നത്തില്ല. നമുക്ക് വിഷമമായി. നോവൽ വായിച്ചാണ്. സിനിമാറ്റിക് ആയിട്ട് എലമെന്റ്സ് ആഡ് ചെയ്തോണ്ട് ഒരു ബുക്ക് നമ്മൾ ഇതാക്കുമ്പം അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ എലമെന്റ്സ് കൂടെ ആഡ് ചെയ്താലേ ഒരു സിനിമയൊക്കെ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ വയ്യ. അതെ അതെ അതെ. നമ്മൾ ആകാശത്തൊക്കെ ഒറ്റ തവണ നമ്മൾ കാണത്തുള്ള പടം ഒന്നുകൂടെ കാണാൻ നമ്മളെ കൊണ്ട് ഒക്കത്തില്ല. അടിപൊളിയായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ചിലയിടത്തൊക്കെ നമ്മളാ പടത്തിനകത്തൊക്കെ ജീവിക്കുമായിരുന്നു തോന്നിപ്പോൾ. മരുഭൂമി നമ്മളെ വിട്ടുപോയി ആ ഒരു അവസ്ഥയായി ഇപ്പോൾ നമ്മുടെ. 18-16 വർഷമായിട്ടുള്ളൊരു കഷ്ടപ്പാട് മനുഷ്യൻ്റെ. തീർച്ചയായിട്ടും അതിനുള്ള ഉണ്ട് പടം. വലിയൊരു വിജയമായിട്ട് മാറാൻ. അതെ, തന്മാത്രം കാഴ്ച പോലെ ഒരു ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണല്ലോ ബ്ലസ്സി. അതെ അതെ, അതേകൂട്ടാൻ ഈ സിനിമ വന്നിട്ടുണ്ട്. ആ ഉണ്ട്, തീർച്ചയായിട്ടും. അതിമനോഹരം എന്ന് പറഞ്ഞാൽ പോരാ, മലയാള സിനിമയ്ക്ക് എപ്പോഴും അഭിമാനിക്കാൻ പറ്റുന്ന, എന്നും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ആടുജീവിതം. പൃഥ്വിരാജിൻ്റെ കരിയർ ബെസ്റ്റ് പടം, നാഷണൽ അവാർഡ് ഉറപ്പാണ്. ബ്ലസ്സിയുടെ മാസ്റ്റർ പീസ്, ഭയങ്കര പടം എന്ന് പറഞ്ഞാൽ അതിഗംഭീരം. എങ്ങനെ ഇമോഷണലി അത് പൃഥ്വിരാജ് അല്ല ബ്ലസ്സിയുടെ ആ ഒരു പാർട്ടിനെ തന്നെയാണ് അദ്ദേഹം ഈ പടം ചെയ്തിരിക്കുന്നത്. ഇമോഷണലി ആണെങ്കിൽ നമുക്ക് നോവൽ വായിക്കുമ്പോൾ എങ്ങനെയാണോ ഹൃദയത്തെ ടച്ച് ചെയ്യുന്നത് അതേപോലെ തന്നെ ആ ദൃശ്യാവിഷ്കാരം ബ്ലസ്സി ചെയ്തു വെച്ചിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ നമ്മൾ ഒരിക്കലും ഒരു ഉദ്ദേശിക്കാത്തതിനപ്പുറത്തേക്കുള്ള ഒരു പെർഫോമൻസ് ആണ്, കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ്. മനസ്സിൽ നിന്ന് ആ ഒരു കഥാപാത്രം ഇപ്പോഴും മനസ്സിൽ നിന്നും വിട്ടുപോകുന്നില്ല. നജീവായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു സർവൈവ് ആണല്ലോ ഈ ഒരു പടം ഉണ്ടാവാനുള്ള കാരണം തന്നെ. അപ്പം അദ്ദേഹത്തിനെയാണ് ആദ്യമേ സ്മരിക്കേണ്ടത്. അദ്ദേഹം അനുഭവിച്ചത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താനും എത്തിപ്പെടാനും ഒക്കെ ഈ സിനിമ സഹായിക്കുമെന്ന് ഉറപ്പാണ്. തീർച്ചയായിട്ടും ഇത് നജീബിൻ്റെ മാത്രം, സിനിമയിൽ അവസാനം പറയുന്നുണ്ട്, നജീബിൻ്റെ മാത്രം കഥയല്ല, തൊഴിലന്വേഷിച്ച് പ്രവാസത്തിലേക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരുടെ കഥയാണ്. ഇനി ഒരിക്കൽ കൂടി എന്തായാലും ഈ സിനിമ കാണാനുള്ള മനസ്സുറപ്പില്ല. എന്തായാലും സന്തോഷം, വളരെ സിനിമ. ഈ നോവൽ ആടുജീവിതം നോവൽ ഒറ്റയിരിപ്പിന് വായിച്ചതാണ്. അത് മാത്രമല്ല ഈ ഇതിലെ നജീബ് കായെ ഞാൻ നേരിട്ട് പോയി കണ്ട്, അദ്ദേഹം ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് ഞാൻ നേരിട്ട് പോയി കണ്ട് ഒരു ഇൻ്റർവ്യൂ എടുത്തതാണ്. അതുകൊണ്ട് അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ ഇതിനകത്ത് വരച്ച് കാട്ടുന്നത് സത്യസന്ധമായിട്ടാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൊണ്ടും സിനിമ സൂപ്പർ, അന്യ ഒരു രക്ഷയില്ല. ഒരു നാഷണൽ അവാർഡ് ഓസ്കാറൊക്കെ പ്രതീക്ഷിക്കാം, അത്ര ഗംഭീര. നോവൽ വായിക്കാത്തവർക്ക് ഈ സിനിമ എങ്ങനെയായിരിക്കും? ഇല്ല ഒന്നുമില്ല, പുതിയതായിട്ട് ഇപ്പം നോവൽ കാണാത്തവർക്ക് നല്ലൊരു ഇത് തന്നെ ആയിരിക്കും. ഒരു കാരണവശാലും മ്യൂസിക് സൂപ്പർ, ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് അടിപൊളി. ഇത്രയും വർഷത്തെ ഒരു കഷ്ടപ്പാടിന്റെ ഫലം ഇതിനകത്ത് കാണാൻ പറ്റും. തീർച്ചയായിട്ടും അത് ഇതിനകത്ത് ഓരോ കഥാപാത്രങ്ങളും, അതുപോലെ പൃഥ്വിരാജിനോടൊപ്പം തന്നെ മറ്റേ അമലാപ്പോളും, അതുപോലെ കൂടെ ഒരു മറ്റൊരു കഥാപാത്രമുണ്ട് മരിക്കുന്ന, എല്ലാവരും ഒരേ രീതിയിൽ നല്ല മികച്ച അഭിനയം കാഴ്ചവെച്ചു. പൃഥ്വിരാജിനായിരുന്നു ബിഗ് സല്യൂട്ട്. മലയാളത്തിലെ ബെസ്റ്റ് മൂവീസ് ഇപ്പോൾ എടുക്കാൻ പറ്റിയ ഒരു വേൾഡ് ക്ലാസ്. തീർച്ചയായിട്ടും വളരെ ഗംഭീരമായ ഒരു പെർഫോമൻസ് ആണ്. രാജുവേട്ടൻ്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. അതായത് ഒരു പച്ചയായ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ കഥ പറയുന്ന, ഇത്രയും വർഷമായിട്ടുള്ളൊരു കഷ്ടപ്പാടിൻ്റെ ഫലം അങ്ങനെ തോന്നുന്നു കണ്ടു കഴിയുമ്പോൾ. 16 വർഷമായിട്ട് അദ്ദേഹം കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫലം ഈ സിനിമയ്ക്കകത്ത് കൃത്യമായിട്ട് നമുക്ക് വായിച്ചറിയാൻ കഴിയുന്നു. ഈ നോവലിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും സിനിമാറ്റിക് ആയിട്ട് എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ നോവലിൽ നമ്മൾ വായിച്ചറിഞ്ഞതിനേക്കാൾ കൂടുതൽ നമ്മൾ ഈ സിനിമയ്ക്കകത്ത് കണ്ടറിഞ്ഞു എന്നുള്ളതാണ്. വായിക്കാത്തവരോട് എന്താ പറയാനുള്ളത്? ഈ സിനിമ കാണുമ്പോൾ അത് അല്ല, സിനിമയും നോവലും രണ്ടാണ്. മനസ്സിലായില്ലേ? നമ്മളെ നോവൽ വായിച്ചുകൊണ്ട് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അത്രയും സ്വീകരിക്കണമെന്നില്ല. പക്ഷെ സിനിമ പെർഫെക്റ്റ് ആണ്. സൂപ്പർ ആണ്. ബ്ലസ്സിയുടെ ഒരു പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? രാജു നമ്മളത് ജീവിക്കുന്നതായിട്ട് തോന്നുന്നു. സിനിമ നോവൽ വായിച്ചിട്ട് ഞാൻ ബ്ലസ്സി സാറിനെ നേരിൽ കണ്ടിട്ടുണ്ട്. ശരി, കൊള്ളാം, കിടിലം പടം. നല്ല രാജുവേട്ടൻ്റെ പെർഫോമൻസ് അടിപൊളി.
അതെങ്ങനെ ഉണ്ടായിരുന്നു അവിടെ? രാജുവേട്ടൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ? കുഴപ്പമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. പടം എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമാറ്റിക് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് പറയുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ? എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ മൂവി, സൂപ്പർ. കൊള്ളായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? അടിപൊളി പടം. എങ്ങനെ ഉണ്ടായിരുന്നു? മനോഹരമായ പടം. രാജുവേട്ടൻ്റെ പെർഫോമൻസ്. രാജുവേട്ടനും ബ്ലസ്സിയുടെ ഒരു ഡയറക്ഷൻ ഒരു രക്ഷയില്ല. നോവല് വായിച്ചതാണ്. നോവൽ വായിച്ചതാണ്. പിന്നെ ഇതിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. ആ നോവലിന് പൂർണ്ണമായിട്ട് നീതി പുലർത്തിയിട്ടുണ്ട്. സിനിമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ്. അതെ 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 അതെ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ഒരു ഡ്രമാറ്റിക് അല്ല, ഫുൾ സിനിമാറ്റിക് ആണ്. രക്ഷ